തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് നടൻ അല്ലു അർജുനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി എംഎൽഎക്കുമെതിരെ കേസ്. ആന്ധ്രയിലെ നന്ദ്യാലയിൽ ചട്ടലംഘനം നടത്തിയതിനാണ് അല്ലുവിനെയും YSRCP MLA രവി ചന്ദ്ര കിഷോർ റെഡ്ഡിക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ MLAയുടെ വസതിയിൽ വൻ ജനക്കൂട്ടത്തെ വെച്ച് പൊതുസമ്മേളനം നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെയാണ് സമ്മേളനം നടന്നത്. പൊതുസമ്മേളനം നടത്താൻ മുൻകൂട്ടി അനുമതി നേടാതെ MLA നടനെ വസതിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്നും FIRൽ പറയുന്നു. നാളെയാണ് ആന്ധ്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. നന്ദ്യാലയിലെ ഡെപ്യൂട്ടി തഹസിൽദാർ P. രാമചന്ദ്ര റാവു ആണ് നടനും MLAക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. നന്ദ്യാല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണിത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണക്കുന്നില്ലെന്നും സുഹൃത്തിനെ സഹായിക്കാനായി മാത്രം എത്തിയതാണെന്നുമാണ് പൊതുസമ്മേളനത്തിന് ശേഷം അല്ലു അർജുൻ വ്യക്തമാക്കിയത്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവിടെ വന്നത്. സുഹൃത്തുക്കൾക്ക് എൻ്റെ സഹായം ആവശ്യമായി വന്നാൽ അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ഞാൻ അവരെ സഹായിക്കും. ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുന്നതായി അതിനർത്ഥമില്ല, നടൻ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ആളുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായെന്നും നടൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്നും FIRലുണ്ട്. സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാറുടെ പരാതിയിലാണ് നടപടി. അല്ലു അർജുൻ്റെ സുഹൃത്തായ YSRCP സ്ഥാനാർത്ഥി ശില്പ രവി ചന്ദ്ര റെഡ്ഡിക്കുമെതിരെയും കേസെടുത്തു. അല്ലു അർജുനെ കാണാൻ നൂറുകണക്കിന് പേരാണ് തടിച്ചുകൂടിയത്. വാരണാധികാരിയുടെ അനുമതിയില്ലാതെ ആളെ കൂട്ടിയതിനാണ് നന്ദ്യാൽ പോലീസ് കേസെടുത്തത്. അല്ലു അർജുനും ഭാര്യ സ്നേഹ റെഡ്ഡിയും YSRCP സ്ഥാനാർത്ഥി ശില്പ രവി ചന്ദ്ര റെഡ്ഡിയുടെ വസതിയിൽ ഇന്നലെയാണ് എത്തിയിരുന്നത്. ഇക്കാര്യം പുറത്തായതോടെ വൻ ജനക്കൂട്ടമാണ് വീടിന് പുറത്ത് തടിച്ചുകൂടിയത്. തുടർന്ന് വൻ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നു. പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹസിൽദാറുടെ പരാതിയിലാണ് നന്ദ്യാൽ പോലീസും കേസെടുത്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.